ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലും പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. ആന്ധ്രയിൽ ടി.ഡി.പി നേതാവ് ചന്ദ്രബാബു നായിഡുവും ഒഡീഷയിൽ ബി.ജെ.പി നേതാവ് മോഹൻ ചരൺ മാഞ്ചിയും മുഖ്യമന്ത്രിയാകും. രണ്ട് സംസ്ഥാനങ്ങളിലെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എപ്പോഴാണ് ആന്ധ്രയിലെ പരിപാടികൾ? വേണു, രാജ്യത്ത് ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എയിലെ രണ്ട് സർക്കാരുകളാണ് ഇന്ന് ചുമതലയേൽക്കുന്നത്. ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും. ആന്ധ്രയിൽ രാവിലെ 11:27 സത്യപ്രതിജ്ഞാ ചടങ്ങ്. ടി.ഡി.പി ആണ് എൻ.ഡി.എ ആന്ധ്രാപ്രദേശിൽ നയിക്കുന്നത്. ചന്ദ്രബാബു നായിഡു 4ാം തവണ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി ഇന്ന് സത്യവാചകം ചൊല്ലുകയാണ്. ആന്ധ്രാപ്രദേശിലെ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടുള്ള ഏതാണ്ട് പൂർണ്ണ ചിത്രം വ്യക്തമായിരിക്കുകയാണ്. 25 അംഗ മന്ത്രിസഭയായിരിക്കും ഇന്ന് ചുമതലയേൽക്കുക. അതിൽ 21 പേർ ടി.ഡി.പിയിൽ നിന്നുള്ളവരായിരിക്കും. ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി. ഒപ്പം തന്നെ ജനസേന പാർട്ടി, പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിക്ക് 3 മന്ത്രിമാരാകും ഉണ്ടാവുക. പവൻ കല്യാണിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെടുകയും അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി പദം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ പട്ടികയിൽ ഉണ്ട്. ബി.ജെ.പിക്ക് ഒരു മന്ത്രിപദമാണ് നൽകിയിരിക്കുന്നത്. സത്യകുമാർ യാദവ് ആണ് ബി.ജെ.പിയിൽ നിന്നും ഇന്ന് മന്ത്രിയായി ചുമതലയേൽക്കുക. ചന്ദ്രബാബു നായിഡുവിന്റെ മകനും ടി.ഡി.പി ജനറൽ സെക്രട്ടറിയുമായ നാരാ ലോകേഷ് ഇന്ന് മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ടി.ഡി.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ അച്ഛൻ നായിഡു, ജനസേന പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷൻ നാദേന്ദല മനോഹർ എന്നിവരും മന്ത്രിമാരാകുന്നുണ്ട്. അതേസമയം ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി ഒറ്റയ്ക്കാണ് നവീൻ പട്നായിക്കിന്റെ 24 വർഷം നീണ്ട ഭരണം അവസാനിച്ച് അട്ടിമറി വിജയം നേടിയിരിക്കുന്നത്. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള മോഹൻ ചരൺ മാഞ്ചിയാണ് ഒഡീഷയിലെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് ഒപ്പം തന്നെ കനക് വർദ്ധൻ സിംഗ് ദിയോ, പ്രവതി പരിത എന്നീ 2 ഉപമുഖ്യമന്ത്രിമാരും ഒഡീഷയിലുണ്ടാകും. വേണു, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ മോഹൻ ചരൺ മാഞ്ചിയും ആന്ധ്ര ഒഡീഷ മുഖ്യമന്ത്രിമാരായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കും.